ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് C++ പ്രോഗ്രാമിൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോഗ്രാമാണ്. ബാങ്കിൽ തുക നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോഗ്രാമാണ്. ഹയർ സെക്കൻഡറി C++ പ്രോഗ്രാമുകളിൽ പെട്ട ഒരു പ്രോഗ്രാമാണ്. ഇൻപുട്ട് ദ പ്രിൻസിപ്പൽ എമൗണ്ട്, ടൈപ്പ് ഓഫ് അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട് ആണോ സേവിങ്സ് അക്കൗണ്ട് ആണോ എന്ന് തന്നിട്ടുണ്ട്. പിന്നെ അത് നമുക്ക് കാണണം. നമ്പർ ഓഫ് ഇയേഴ്സ് നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷനും അതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. പിന്നെ നമുക്ക് ഫൈനലി അതിൻ്റെ ഇൻട്രസ്റ്റ് ഡിസ്പ്ലേ ചെയ്യിക്കണം. ഇവിടെ രണ്ട് അക്കൗണ്ടിനും, കറണ്ട് അക്കൗണ്ടിനും സേവിങ്സ് അക്കൗണ്ടിനും വ്യത്യസ്ത പലിശ നിരക്കുകൾ, ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടുണ്ട്. കറണ്ട് അക്കൗണ്ടിന് 8.5, സേവിങ്സ് അക്കൗണ്ടിന് 6.5. ഇനി നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കാം. പ്രോഗ്രാമിംഗ് Genie IDE. Then first 3 lines of code സാധാരണത്തെ പോലെ hash include IO stream, hash include IO input output stream. Then using namespace standard, namespace std semicolon, then end main. end main കഴിഞ്ഞ ശേഷം open braces. then നമുക്ക് കേൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. അതിനുള്ളിൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ വേരിയബിൾസ് ആദ്യം ഡിക്ലെയർ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന വേരിയബിൾസ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് പിയും, നമ്പർ ഓഫ് ഇയേഴ്സ് എന്നും, ഇൻട്രസ്റ്റ് ഐ, ദെൻ ടൈപ്പിൽ വരുന്നത് സി അല്ലെങ്കിൽ എസ്, കറണ്ട് അക്കൗണ്ടോ സേവിങ്സ് അക്കൗണ്ടോ എന്നുള്ളത്. ആദ്യം ഇൻറ്റീജർ ടൈപ്പാണ് പിയും എന്നും. പ്രിൻസിപ്പൽ എമൗണ്ട് പി ആണ്, അതുകൊണ്ട് ഇൻറ്റ് നമുക്ക് ഒരു ടാബ് സ്പേസ് അകലത്തിൽ എഴുതാം. ഇൻറ്റ് പി കോമ എൻ, ദെൻ സെമിക്കോളൻ. ദെൻ നമുക്ക് ഡിക്ലെയർ ചെയ്യേണ്ടത് ഫ്ലോട്ട്, ഇൻട്രസ്റ്റ് ശതമാനം എന്ന് പറയുന്നത് ചിലപ്പോൾ ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആയിട്ട് ഡെസിമൽ പോയിന്റിലൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് ഫ്ലോട്ട് ഐ, ദെൻ സെമിക്കോളൻ. മൂന്നാമത് നമുക്ക് കറണ്ട് ആണോ സേവിങ്സ് ആണോ എന്നുള്ളത്, അത് ക്യാരക്ടർ ആയിട്ടാണ് വരിക. സിയും എസ് ഒക്കെ ക്യാരക്ടേഴ്സാണ്, അത് ക്യാരക്ടർ ടൈപ്പ്, അതുകൊണ്ട് അതിനെ ക്യാരക്ടർ ചാർ ടൈപ്പ് എന്ന് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വേരിയബിൾ ഡിക്ലറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പ്രോഗ്രാംസിൻ്റെ ഈ സംഭവങ്ങളിലേക്കൊക്കെ, ഈ വേരിയബിൾസിലേക്കൊക്കെ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് വിൻഡോയിൽ തെളിഞ്ഞു വരേണ്ട സ്റ്റേറ്റ്മെൻറ്റ്സും ഒക്കെ എഴുതാനുണ്ട്. അത് സി ഔട്ട് ഉപയോഗിച്ചിട്ടാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നത്, സി ഔട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട്. സി ഔട്ട് ഡബിൾ കോഡ്സിൽ എൻ്റർ ദ പ്രിൻസിപ്പൽ എമൗണ്ട്, എൻ്റർ ദ പ്രിൻസിപ്പൽ എമൗണ്ട്. അതിനുശേഷം ഒരു ഫുൾ കോളൻ കൊടുത്ത ശേഷം നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് അവസാനിപ്പിക്കാം സെമിക്കോളൻ ഉപയോഗിച്ച്. ദെൻ സി ഇൻ, നമ്മൾക്ക് സ്ക്രീനിൽ ഇങ്ങനെ എൻ്റർ ദ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് കാണിക്കുമ്പോൾ നമ്മളൊരു 5000 രൂപയോ മറ്റോ നമ്മൾ നിക്ഷേപിക്കുന്ന തുക അതിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ തുക നമ്മളെ പി എന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ആ പി എന്ന വേരിയബിളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സി ഇൻ ഓപ്പറേറ്റർ ഉപയോഗിച്ച് പിയിലേക്കാണ് പോകേണ്ടത്. പി കൊടുത്തു ശേഷം സെമിക്കോളൻ ഉപയോഗിച്ച് അവസാനിപ്പിച്ചു. ഇനി നമുക്ക് ഉള്ളിലേക്ക് എടുക്കാനുള്ളത് സി ഔട്ട് എൻ്റർ ദ നമ്പർ ഓഫ് ഇയേഴ്സ് എടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി quotations double quotes enter the number of years.
number of years, enter the number of years, then അത് സെമിക്കോളൻ ഉപയോഗിച്ച് അവസാനിപ്പിക്കാം. ദെൻ ഈ നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാണോ കൊടുത്ത് 2 വർഷമാണെങ്കിൽ അത് നമുക്ക് സി ഇൻ ഉപയോഗിച്ച് ഉള്ളിലേക്ക് എടുക്കാം. സി ഇൻ ഏത് വാല്യൂയിലേക്കാണ് അസൈൻ ചെയ്യേണ്ടത്? എൻ എന്ന വേരിയബിളിലേക്കാണ് അസൈൻ ചെയ്ത് കൊടുക്കേണ്ടത്. എൻ സെമിക്കോളൻ, ദെൻ നെക്സ്റ്റ് സി ഔട്ട് ഉപയോഗിച്ച് കറണ്ട് ആണോ സേവിങ്സ് ആണോ എന്ന് കൊടുക്കേണ്ടതുണ്ട്. സി ഔട്ട്, എൻ്റർ ദ ടൈപ്പ് ഓഫ് അക്കൗണ്ട്. ടൈപ്പ് ഓഫ് അക്കൗണ്ട് നമുക്ക് സി ഉപയോഗിച്ച് കറണ്ട് അക്കൗണ്ട് എന്നും, സി ഫോർ കറണ്ട് അക്കൗണ്ട്, സി ഫോർ കറണ്ട് അക്കൗണ്ട്, C for current account or S for savings. Savings account. S for savings account. Then full colon അവസാനിപ്പിക്കുന്നത് സെമിക്കോളൻ ഉപയോഗിച്ച്. Then C in ഈ എസിൻ്റെയും സിയുടെയും വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത് ടൈപ്പ് എന്ന വേരിയബിളിലേക്കാണ്. ഇവിടെ കാണിച്ചിട്ടുള്ള ടൈപ്പ് എന്ന വേരിയബിളിലേക്കാണ്. ടൈപ്പ്, ദെൻ സെമിക്കോളൻ. അപ്പോൾ നമ്മൾ വേരിയബിൾസ് എല്ലാം ഡിക്ലെയർ ചെയ്തു, അതിനുശേഷം വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ 2 കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന് കറണ്ട് അക്കൗണ്ടാണ്, മറ്റത് സേവിങ്സ് അക്കൗണ്ടാണ്. അപ്പോൾ രണ്ടിനും വ്യത്യസ്ത രീതിയിലാണ് പലിശ നിരക്കുകളുള്ളത്. അപ്പോൾ 2 ഇക്വേഷൻസ് അതിലുണ്ടാവും. ആ ഇക്വേഷൻസ് നമുക്ക് എഴുതണം. ദെൻ if type is equal to, if type is equal to സിംഗിൾ കോഡ്സിൽ C, സിംഗിൾ കോഡ്സിൽ സി ആണെങ്കിൽ എന്താണ് ഇക്വേഷൻ? നമുക്കറിയാം പലിശയുടെ ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷൻ I ഈസ് ഈക്വൽ ടു PNR, ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഇൻറ്റു ഇൻട്രസ്റ്റ് റേറ്റ്. ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 8.5 ആണ്. 8.5 ഔട്ട് ഓഫ് 100. ദെൻ I ഈസ് ഈക്വൽ ടു, ഒരു ടൈപ്പ് സ്പേസ് ഇട്ടിട്ട് I ഈസ് ഈക്വൽ ടു P ഇൻറ്റു P സ്റ്റാർ N സ്റ്റാർ, then 8.5 by 100, 8.5 division 100, then semicolon. Next ഒരു കണ്ടീഷനും കൂടി ഉണ്ട്. if type is equal to S, if type is equal to S, ടൈപ്പ് എസ് ആണെങ്കിൽ നമ്മളെ ഇക്വേഷൻ I ഈസ് ഈക്വൽ ടു P സ്റ്റാർ N സ്റ്റാർ, I ഈസ് ഈക്വൽ ടു P സ്റ്റാർ N സ്റ്റാർ 6.5 ഇൻറ്റു 100, 6.5 ഡിവിഷൻ 100, 6.5 ഡിവിഷൻ 100. അപ്പോൾ നമ്മളുടെ പ്രോഗ്രാംസ് എല്ലാം ആയിട്ടുണ്ട്. ഇനി അതിലെ ലാസ്റ്റ് ഔട്ട്പുട്ട്, നമ്മുടെ ഔട്ട്പുട്ട് വിൻഡോയിൽ നമ്മുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് ഡിസ്പ്ലേ ചെയ്യിക്കുന്ന ഒരു കമാൻഡ് കൂടി കൊടുക്കാനുണ്ട്. അതാണ് ലാസ്റ്റ് എഴുതുന്നത്. അത് സി ഔട്ട് ഉപയോഗിച്ചിട്ട് തന്നെ. നമുക്ക് സ്ക്രീനിൽ കാണാനുള്ളത് സി ഔട്ടാണ്. അതുകൊണ്ട് സി ഔട്ട് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു, ഡബിൾ കോഡ്സിൽ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു എന്ന് വന്ന ശേഷം ഒരു സി ഔട്ട് ഓപ്പറേറ്ററും കൂടി കൊടുത്തിട്ട് നമുക്ക് I ഡിസ്പ്ലേ ചെയ്യിക്കാം. I
ഈ രണ്ടാലൊന്നായിരിക്കും ഐയുടെ വാല്യൂ. അപ്പോൾ ഫസ്റ്റ് കറണ്ടാണ് നമ്മൾ കൊടുക്കുന്ന അക്കൗണ്ടെങ്കിൽ ഈ ഐ ഡിസ്പ്ലേ ചെയ്യും, സേവിങ്സ് ആണെങ്കിൽ രണ്ടാമത്തെ ഐ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ഐ എന്ന് കൊടുത്താൽ നമ്മൾ ആദ്യം ഇവിടെ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഐ, അതിലേക്കാണ് നമ്മളുടെ കറണ്ട് ആണോ സേവിങ്സ് ആണോ എന്നുള്ളത് അസൈൻ ചെയ്ത ടൈപ്പിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഐ ഡിസ്പ്ലേ ചെയ്യിക്കുന്നു. ഇത്രയും ലൈൻസ് ഓഫ് കോഡ് എഴുതിയാൽ നമ്മുടെ പ്രോഗ്രാമായി. ഇനി എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതാൻ എന്തോ കുത്തും കോമയൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കമ്പൈലേഷൻ്റെ സമയത്ത് കാണിക്കും. അതുകൊണ്ട് ആദ്യം നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് സേവ് ചെയ്യാം. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് interest.cpp എന്ന എക്സ്റ്റൻഷൻ കൊടുത്താലേ പ്രോഗ്രാം വർക്കൗട്ട് ആവുകയുള്ളൂ. .cpp ദെൻ ഒരു ലൊക്കേഷൻ നമ്മൾ തൽക്കാലം ഡെസ്ക്ടോപ്പിൽ ഉപയോഗിക്കണം. ലൊക്കേഷൻ കൊടുത്തപ്പോൾ ഈ കളറിൽ ലൈൻസ് ഓഫ് കോഡ് കാണും, പ്രോഗ്രാമിംഗ് കോഡ് കളേഴ്സിൽ കാണും. ഇനി നമുക്ക് കമ്പൈൽ ദ കറണ്ട് ഫയൽ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് കറണ്ട് ഫയൽ കമ്പൈൽ ചെയ്യാം. കമ്പൈലേഷൻ കൊടുത്തു, ഓക്കെ, എറേഴ്സ് ഒന്നുമില്ല, കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി. അതിനുശേഷം ബിൽഡപ്പ് ചെയ്യുക, ബിൽഡപ്പ് കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി. ദെൻ വി ഹാവ് ടു എക്സിക്യൂട്ട് അവർ പ്രോഗ്രാം. നമുക്ക് എന്ത് ചെയ്യാം, എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. വാല്യൂസ് കൊടുത്ത ശേഷം എക്സിക്യൂട്ട്. ദെൻ നമുക്ക് ഒരു ടെർമിനൽ വിൻഡോ കിട്ടും. വി വിൽ ഗെറ്റ് എ ടെർമിനൽ വിൻഡോ. ഇതിൽ നമ്മൾ കൊടുത്ത ഫസ്റ്റ് കമാൻഡ് സി ഔട്ട് ഉപയോഗിച്ച് കൊടുത്ത കമാൻഡാണ് എൻ്റർ ദ പ്രിൻസിപ്പൽ എമൗണ്ട്. ആ സ്ഥാനത്ത് നമുക്കൊരു ഇഷ്ടമുള്ള വാല്യൂ, നമ്മൾ നിക്ഷേപിക്കുന്ന തുക കൊടുക്കാം, 5000. ഓക്കെ, ദെൻ നമുക്ക് നമ്മളുടെ സെക്കൻഡ് കമാൻഡാണ് എൻ്റർ ദ നമ്പർ ഓഫ് ഇയേഴ്സ്. എത്ര വർഷത്തേക്കാണ് നിക്ഷേപിക്കുന്നത്, ജസ്റ്റ് 4 എന്ന് കൊടുത്ത് നോക്കും. അപ്പോൾ നമുക്ക് അക്കൗണ്ട് ടൈപ്പ് സെലക്ട് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരും. അപ്പോൾ എൻ്റർ ദ ടൈപ്പ് സി ഫോർ കറണ്ട് അക്കൗണ്ട് ആൻഡ് ഓർ എസ് ഫോർ സേവിങ്സ് അക്കൗണ്ട്. അപ്പോൾ എസ്ഒ സിഒ കൊടുക്കാം. നമ്മൾ സി കൊടുത്ത് നോക്കാം, സി. ദെൻ അപ്പോൾ ഇൻട്രസ്റ്റ്. ലാസ്റ്റ് ഫൈനലി നമുക്ക് റിസൾട്ട് കിട്ടി. ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു ലാസ്റ്റ് ലൈൻ ഓഫ് കോഡാണിത്. ഈ ലാസ്റ്റിലെ ലൈൻസ് ഓഫ് കോഡാണ് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 1700. അപ്പോൾ നോക്കൂ, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. നമ്മളെ പ്രോഗ്രാമിലേക്കും നമ്മളെ ഔട്ട്പുട്ടിലേക്കും ഒന്ന് നോക്കാം. ഫസ്റ്റ് ഈ 3 ലൈൻസ് ഓഫ് കോഡ് സാധാരണത്തെ പോലെ എല്ലാ പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്സ് ആഷ് ഇൻക്ലൂഡ് IO സ്ട്രീം യൂസിങ് നെയിം സ്പേസ് സ്റ്റാൻഡേർഡ് ഇൻറ്റ് മെയിൻ. അതിനുശേഷം നമ്മുടെ മെയിൻ പ്രോഗ്രാമിലേക്ക് നമ്മൾ കടന്നു. ആദ്യം വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു. ഇൻറ്റ് p,n ഫ്ലോട്ട് i ക്യാരക്ടർ ടൈപ്പ്. ഇത് 3ഉമാണ് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാൻ ഉപയോഗിച്ചത്. ഇൻറ്റും ഫ്ലോട്ടും ക്യാരക്ടറും ഡാറ്റ ടൈപ്സ് ആണ്. പിന്നെ വേരിയബിൾസ് എന്ന് പറയുന്നത് p,n,i ടൈപ്പ്. ഈ 4 വേരിയബിൾസ് ആണ്. അതാണ് നമ്മളെ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് കൊടുത്തു സി ഔട്ട് എൻ്റർ ദ പ്രിൻസിപ്പൽ എമൗണ്ട്. നമുക്ക് സി ഔട്ട് ഉപയോഗിച്ചിട്ട് എൻ്റർ ദ പ്രിൻസിപ്പൽ എമൗണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ സ്ക്രീനിൽ വരാൻ വേണ്ടിയിട്ടാണ്. ഇതാ വന്നിട്ടുണ്ട്, എൻ്റർ ദ പ്രിൻസിപ്പൽ എമൗണ്ട് 5000. ദെൻ സി ഇൻ പി, അത് നമ്മൾ പ്രോഗ്രാമിലേക്കുള്ളതാണ്, എടുക്കാനുള്ളതാണ്. ദെൻ അത് കൊടുത്തു, അതായത് ബാക്ക്ഗ്രൗണ്ടിൽ അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരുന്നിട്ടുണ്ടാവും. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് എൻ്റർ ദ നമ്പർ ഓഫ് ഇയേഴ്സ്. ഈ എൻ്റർ ദ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. നമ്മൾ 4 കൊടുത്തു, ആ 4 അതിലേക്ക് എടുത്തു സിന്ന് ഉപയോഗിച്ചിട്ട്. മൂന്നാമത്തേത് സി ഔട്ട് എൻ്റർ ദ ടൈപ്പ് സി ഫോർ കറണ്ട് അക്കൗണ്ട് ഓർ എസ് ഫോർ സേവിങ്സ്. അപ്പോൾ മൂന്നാമത്തെ കമാൻഡ് വന്നു, എന്താണ്, എൻ്റർ ദ ടൈപ്പ് സി ഫോർ കറണ്ട് അക്കൗണ്ട് ഓർ എസ് ഫോർ സേവിങ്സ് അക്കൗണ്ട്. നമ്മൾ കറണ്ട് അക്കൗണ്ട് സി എന്ന് കൊടുത്തു. അപ്പോൾ നമ്മളെ ഉള്ളിൽ കാൽക്കുലേഷൻസ് നടന്നു. ഈ കണ്ടീഷൻസ് വെച്ച് സി ഇത് കാൽക്കുലേറ്റ് ഐ സി ഈക്വൽ ടു P സ്റ്റാർ N സ്റ്റാർ 8.5/100 എന്ന കാൽക്കുലേഷൻ നടന്നു. നമുക്ക് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു ലാസ്റ്റ് കമാൻഡ് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു എന്ന ആ സ്ഥലത്ത് ഐൻ്റെ വാല്യൂ ഈ വാല്യൂ ഡിസ്പ്ലേ ചെയ്തു. 1700 എന്ന് കിട്ടി. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് പ്രോഗ്രാം. ഓക്കെ.